ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ തൊട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ള ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാപ്റ്റർ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഫ്രീ കൺസെൻറ്റ് ഇല്ലാതാകുന്ന സാഹചര്യങ്ങളിൽ ഒന്നാമത്തത് കൊയേഷനായിരുന്നു, രണ്ടാമത്തത് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ള ഏരിയയാണ്. ആ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഏത് സാഹചര്യത്തിലാണ് ഒരു കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതായത് നമ്മളെന്താ ഒരു വ്യക്തിയെ മെൻ്റലി പ്രഷർ ചെയ്യുക, ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴാണ് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്, ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയുടെ മേൽ, അതായത് കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടിക്ക് മറ്റേ പാർട്ടിയുടെ മുകളിൽ ഒരു ഡൊമിനൻ്റ് പൊസിഷൻ, ഒരു അധികാരം, ഒരു ആധിപത്യം ഉണ്ടാകുമ്പോഴാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള ഒരു കാരണം എന്നുള്ളത്. ഓക്കെ, ആ ആധിപത്യം ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്, മറ്റേ പാർട്ടിയെ കോൺട്രാക്റ്റിലേക്ക് വരുത്തിക്കുകയാണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഡൊമിനൻ്റ് പൊസിഷൻ ഉപയോഗിച്ചിട്ട് ആ വ്യക്തികൾ എന്ത് ചെയ്യാണ്, മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ വ്യക്തികൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റിലേക്ക് വരുത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഈ പേഴ്സൺസ് ഇൻ ദി ഡൊമിനൻ്റ് പൊസിഷൻ എന്ന് പറഞ്ഞത്? നമ്മൾ എപ്പോഴാണ് ഒരു വ്യക്തി ഡൊമിനൻ്റ് പൊസിഷനിലാണ് എന്ന് പറയാം? അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു ഉദാഹരണം പറയാം, രണ്ട് പാർട്ടികൾ തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ അതിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ മേൽ ഡൊമിനൻ്റ് പൊസിഷനിലാണ്, മറ്റൊരു പാർട്ടിയുടെ മുകളിൽ ഒരു പാർട്ടിക്ക് ആധിപത്യമുണ്ട് എന്നുള്ളത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് പെർ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നത്, എ പേഴ്സൺ ഈസ് ടു ബി ഡീംഡ് ടു ബി ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് വിൽ ഓഫ് അനദർ. അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ താല്പര്യത്തിന് മുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാളാണ്. മറ്റൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിൽ നിന്ന് തടയാനുള്ള ഡൊമിനൻ്റ് പവറുള്ള ഒരു വ്യക്തിയാണ് എന്ന് എപ്പോഴൊക്കെയാണ് നമ്മൾ പറയുക എന്നുള്ളത്. ഒന്ന്, ഹി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദി അതർ. അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയുടെ മുകളിൽ അപ്പാരൻ്റ് അതോറിറ്റി ഉണ്ട്, അതായത് വ്യക്തമായിട്ടുള്ള ഒരു അധികാരമുണ്ട്. ഒരു എക്സാമ്പിൾ പറയാണ്, മാനേജറും വർക്കറും. ഒരു മാനേജറും അദ്ദേഹത്തിൻ്റെ വർക്കറും തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടായാൽ അവിടെ നമുക്ക് എന്താ പറയാം, മാനേജർക്ക് ഈ വർക്കറുടെ മുകളിൽ ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താണ്, ആ മാനേജറെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്ത്, വർക്കർ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഒരു മാനേജർക്ക് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വർക്കറുടെ മുകളിൽ എന്തുണ്ടാവും, ഒരു ഡൊമിനൻസ് ഉണ്ടാവില്ലേ, ഒരു ആധിപത്യം ഉണ്ടാവില്ലേ, ഒരു അധികാരം ഉണ്ടാവില്ലേ? അതാണ്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മുകളിൽ ഒരു റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമുക്കെന്ത്, ആ വ്യക്തിക്ക് ഒരു ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിന് എക്സാമ്പിളാണ് മാനേജർക്കും വർക്കറും. അവിടെ വർക്കറുടെ മുകളിൽ ആർക്ക് ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട്, മാനേജർക്ക് ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട്. രണ്ടാമത്തത്, ഹി സ്റ്റാൻഡ്സ് ഇൻ എ ഫ്യൂഡീഷ്യറി റിലേഷൻ ടു ദി അതർ. ഒരു വ്യക്തി ആ കോൺട്രാക്റ്റിലുള്ള മറ്റൊരു വ്യക്തിയുമായിട്ട് എന്താണ്, ഒരു ഫ്യൂഡീഷ്യറി റിലേഷനിലാണ്. ഫ്യൂഡീഷ്യറി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വിശ്വാസത്തിൻ്റെ മുകളിലുള്ള വിശ്വാസപരമായിട്ടുള്ള റിലേഷനിലാണ് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻ്റ് ആൻഡ് ചൈൽഡ്. ഒരു പാരൻറ്റും അവരുടെ ചൈൽഡും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ്, ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധം. ഇവിടെയൊക്കെ എന്താണ്, ഒരു ഫിഡ്യൂഷ്യറി റിലേഷനാണ്. അതായത് ചൈൽഡിൻ്റെ മുകളിൽ ആർക്ക് ഫിഡ്യൂഷ്യറി റിലേഷൻ ഉണ്ട്, പാരൻറ്റിനുണ്ട്. അല്ലെങ്കിൽ ഒരു രോഗിയുടെ മുകളിൽ ഒരു പേഷ്യൻറ്റിൻ്റെ മേലിൽ ആർക്ക് ഫിഡ്യൂഷ്യറി റിലേഷൻ ഉണ്ട്, ഡോക്ടർക്ക് ഫിഡ്യൂഷ്യറി റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ആ ഒരു ബന്ധം വെച്ചിട്ട് ആ ഡോക്ടർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേഷ്യൻറ്റിനെ അദ്ദേഹത്തിന് ഒരു അഗ്രിമെൻറ്റുമായിട്ട് സമ്മതിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിർബന്ധിപ്പിക്കാൻ പറ്റും. ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രോഗിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഡോക്ടർക്ക് ആ ഡോക്ടറുടെ ആ ഒരു ഡൊമിനൻ്റ് പൊസിഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം,
നിർബന്ധിപ്പിക്കാം. അപ്പം ഇതാണ് ഫിഡ്യൂഷ്യറി റിലേഷനിലുണ്ടാവും. അപ്പോൾ കോൺട്രാക്റ്റുള്ള ഒരു വ്യക്തി മറ്റേ വ്യക്തിയുമായിട്ട് ഫിഡ്യൂഷ്യറി റിലേഷനിലാണ്. അതിന് എക്സാമ്പിളാണ് പറഞ്ഞത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് ചൈൽഡ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, അതൊക്കെ. ഓക്കെ, അടുത്തത് ഹി മേക്സ് എ കോൺട്രാക്ട് വിത്ത് എ പേഴ്സൺ ഹൂസ് മെൻ്റൽ കപ്പാസിറ്റി ഈസ് ടെമ്പറലി ഓർ പെർമനൻ്റ്ലി എഫക്റ്റഡ് ബൈ റീസൺ ഓഫ് ഏജ്, ഇൽനെസ് ഓർ മെൻ്റൽ ഓർ ബോഡിലി ഡിസ്ട്രസ്. അതായത് ഒരു വ്യക്തി ഡൊമിനൻ്റ് പൊസിഷനിലാണെന്ന് അപ്പോൾ പറയാം. മൂന്നാമത്തെ ഒരു സാഹചര്യം, ആ വ്യക്തി ഒരു വ്യക്തിയുമായിട്ട്, അതായത് സ്വന്തമായിട്ട് മെൻ്റൽ കപ്പാസിറ്റി പെർമനൻ്റ് ആയിട്ടോ താൽക്കാലികമായിട്ടോ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ വ്യക്തി എന്ത് പറയാം നമുക്ക്, അദ്ദേഹം ഡൊമിനൻ്റ് പൊസിഷനിലാണ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരാളുടെ ഏജ്, പ്രായം കാരണം, പ്രായാധിക്യം കൊണ്ട്, അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മെൻ്റലി ഓർ ബോഡി ഡിസ്ട്രസ്, മാനസികവും ശാരീരികവുമായ എന്തെങ്കിലും സമ്മർദ്ദം കാരണമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കൊണ്ടൊക്കെ ഒരാളുടെ മെൻ്റൽ കപ്പാസിറ്റി ലോസ് ആയാൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, അത്തരം വ്യക്തികളുമായിട്ട് ഒരു വ്യക്തി കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ ആ വ്യക്തി ഡൊമിനൻ്റ് പൊസിഷനിലാണ് എന്ന് പറയാം. കാരണം എന്താ, ഈ വ്യക്തികളെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്രെയിൻ കപ്പാസിറ്റി, മെൻ്റൽ കപ്പാസിറ്റി ലോസ് ആയിട്ടുള്ള വ്യക്തികളെ എന്ത് ചെയ്യും, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം വ്യക്തികൾ എന്താണ്, ഡൊമിനൻ്റ് പൊസിഷനിലാണ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു വ്യക്തി ഡൊമിനൻ്റ് പൊസിഷനിലാവുന്ന സാഹചര്യങ്ങൾ. ഓക്കെ, അടുത്തത് എഫക്റ്റ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒരു കോൺട്രാക്റ്റിൽ സംഭവിച്ചാൽ ആ കോൺട്രാക്റ്റിൻ്റെ അവസ്ഥ എന്താണ്, എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ്. ഇത് എന്താണോ നമ്മൾ എഫക്റ്റ് ഓഫ് കൊയേഷൻ പറഞ്ഞത് അതേ സെയിം തന്നെയാണ്. ആൻ അഗ്രിമെൻറ്റ് കോസ്ഡ് ബൈ undue influence shall be voidable at the option of the party whose consent has been obtained. അതായത് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടായാൽ ആ അഗ്രിമെൻ്റ് എന്താണ്, വോയിഡബിൾ ആണ്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊയേഷനിൽ. എന്താ വോയിഡബിൾ എന്ന് പറഞ്ഞാൽ, ഈ അഗ്രീവ്ഡ് പാർട്ടിക്ക്, അല്ലെങ്കിൽ ആരാണോ സമ്മതം നൽകിയത്, കോൺട്രാക്റ്റിൽ സമ്മതം നൽകിയ പാർട്ടിക്ക് എന്ത് ചെയ്യാം, അവർക്ക് തീരുമാനിക്കാം ഈ അഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകണോ അതോ ഈ അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണോ എന്നുള്ളത്. അപ്പം ഒരു പാർട്ടി അവരുടെ മുകളിലുണ്ടായ ഒരു പ്രഷർ, ഒരു സമ്മർദ്ദത്തിൻ്റെ കാരണമായിട്ട് അവർ സമ്മതം കൊടുത്താൽ, അവരുടെ മുകളിലുണ്ടായിട്ടുള്ള ഒരു മെൻ്റൽ പ്രഷർ, ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം, അതിനെ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ അവർ കൺസെൻറ്റ് നൽകിയാൽ, സമ്മതം നൽകിയാൽ, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. കാരണം എന്താ, അവർക്ക് തീരുമാനിക്കാം ഇനി ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ട എന്ന്. അപ്പോൾ അവർ ആ കോൺട്രാക്റ്റ് റിജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ റിജക്റ്റ് ആവും. അവർ ആ കോൺട്രാക്റ്റ് തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാൽ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും, യാതൊരു പ്രശ്നവുമില്ലാതെ തുടരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരാണോ ഇങ്ങനെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന് വിധേയമായിട്ടുള്ളത് അവർക്കാണ് കോൺട്രാക്റ്റ് തുടരണമോ തുടരണ്ടേ എന്നുള്ളത് ഓപ്ഷൻ. കൊയേഷനിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഓക്കെ, അടുത്തത് കണ്ടീഷൻ അണ്ടർ വിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് സസ്പെക്റ്റഡ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നത്? ഓക്കെ, ചില കണ്ടീഷനിൽ, ചില സാഹചര്യങ്ങളിൽ ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട്, അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഊഹിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. അത്തരത്തിലുള്ള കണ്ടീഷൻസിന് എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഇന്നാഡിക്കസി ഓഫ് കൺസിഡറേഷൻ. ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അഗ്രിമെൻറ്റിൽ എന്തുണ്ട്, നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഊഹിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി ഒരാൾക്ക് 1 ലക്ഷം രൂപക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും, അല്ലെങ്കിൽ കോടതി എന്ത് മനസ്സിലാക്കും, ഞാൻ അല്ലെങ്കിൽ ആ വ്യക്തി, ആ ഭൂമി വാങ്ങിച്ചിട്ടുള്ള വ്യക്തി പ്രഷർ ചെയ്തിട്ടുണ്ട്, എൻ്റെ മുകളിൽ അദ്ദേഹം അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് അദ്ദേഹം എൻ്റെ അടുത്തിൽ നിന്ന് ആ ഭൂമി വാങ്ങിയത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല, കാരണം അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട്.
കാരണം എന്താ, 10 ലക്ഷം രൂപേൻ്റെ ഭൂമിയാണ് 1 ലക്ഷം രൂപക്ക് എൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം വാങ്ങിയത്. അപ്പോൾ അദ്ദേഹം എന്നെ എന്തെങ്കിലും മെൻ്റലി ഒക്കെ പ്രഷർ ചെയ്തിട്ടാണ് എന്നെ കോൺട്രാക്റ്റിന് സമ്മതിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യും, അനുമാനിക്കും. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. അതായത് കോൺട്രാക്റ്റിൽ കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ എന്തല്ല, ഒരു മതിയായ രീതിയിലുള്ള ആഡിക്വേറ്റ് കൺസിഡറേഷൻ കൊടുത്തിട്ടില്ല. രണ്ടാമത്തത് ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീസിനിടയിൽ എന്തുണ്ട്, ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാം, ഡോക്ടറും പേഷ്യൻറ്റും തമ്മിൽ, അല്ലെങ്കിൽ പേരൻറ്റും ചൈൽഡും തമ്മിൽ. ഇങ്ങനത്തെ ഒരു ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പിലാണ് ഈ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അനുമാനിക്കും. അതായത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടീസ് തമ്മിൽ എന്തുണ്ട്, ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ഉദാഹരണം പറയാം, ഒരു മാനേജറും അദ്ദേഹത്തിൻ്റെ വർക്കറും, അല്ലെങ്കിൽ ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ പേഷ്യൻറ്റും, ഇവർ തമ്മിലൊക്കെയാണ് കോൺട്രാക്റ്റ് വെച്ചെങ്കിൽ അവിടെ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തെന്താണ്, ഇൻഇക്വാലിറ്റി ബിറ്റ്വീൻ ദി പാർട്ടീസ് ആസ് റിഗാർഡ്സ് ടു ഏജ്, ഇൻ്റലിജൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര. അതായത് ഈ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് തമ്മിൽ എന്താണ്, വലിയ വ്യത്യാസമുണ്ട്. എന്തിൻ്റെ കാര്യത്തിൽ, ഏജിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ, അവരെ ബുദ്ധിപരമായ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ. ഒരു എക്സാമ്പിൾ പറയാം, ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റ് ഏർപ്പാടാണ്. ഒരു പാർട്ടി വളരെ റിച്ച് ആയിട്ടുള്ള ആളാണ്, മറ്റേ പാർട്ടി വളരെ പുവറായിട്ടുള്ള ആളാണ്, വളരെ പാവപ്പെട്ട ആളാണ്. അപ്പം അത്തരം ഒരു കോൺട്രാക്റ്റിൽ, ഇവർ തമ്മിലുണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഊഹിക്കും. ഓക്കെ. അല്ലെങ്കിൽ വളരെ പ്രായം ചെന്ന ഒരാളും വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരാളും അപ്പോൾ അവിടെയും അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമ്മൾ സംശയിക്കാം. അതായത് ഏജിൻ്റെയോ ഇൻ്റലിജൻസിൻ്റെയോ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഈ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് എന്തുണ്ട്, തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ. അടുത്തത് പർദാനാഷിൻ വുമൺ എന്താണെന്നുള്ളത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അത് പ്രത്യേകം ഒരു ഏരിയ തന്നെ ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും എന്താണ് പർദാനാഷിൻ വുമൺ എന്നുള്ളത്. അടുത്തത് അൺകൺസൈനബിൾ ബാർഗെയിൻസ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഷോക്കാകുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. ആ കോൺട്രാക്റ്റ് കേട്ടപ്പോൾ പൊതുജനങ്ങൾക്കൊരു അത്ഭുതം, അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോൺട്രാക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് ആ കോൺട്രാക്റ്റിന് സമ്മതിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ഊഹിക്കും. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു വലിയൊരു ബംഗ്ലാവ്, വലിയൊരു വീട്, 1 കോടി അല്ലെങ്കിൽ 2 കോടി വില വരുന്ന ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം രൂപക്ക് വേറൊരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് എന്തായിരിക്കും, ഒരു ഷോക്കായിരിക്കും. ആ വീട് അത്രയും ചെറിയ വിലക്ക് വിറ്റോ, അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള പബ്ലിക്കിനെ വിശ്വസിക്കാൻ പറ്റാത്ത, അവർക്ക് ഷോക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ സ്വഭാവമുള്ള ഒരു കോൺട്രാക്റ്റ്, അങ്ങനത്തരം കോൺട്രാക്റ്റുകളിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. അടുത്തത് നോ പ്രിസംപ്ഷൻ ഓഫ് ഡൊമിനൻ്റ് പൊസിഷൻ. നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡൊമിനൻ്റ് പൊസിഷൻ ആരോപിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡൊമിനൻ്റ് പൊസിഷൻ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ടാവാത്ത, നമുക്ക് അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും റിലേഷനിൽ നമുക്ക് അവർ തമ്മിലുണ്ടാക്കുന്ന കോൺട്രാക്റ്റിൽ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തത് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. അടുത്തത് ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്, അതായത് ഒരു ഭൂ ഉടമസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭൂമി പാട്ടത്തിന് കൊടുത്ത വ്യക്തിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും തമ്മിലുള്ള അഗ്രിമെൻറ്റ്. ഇൻ സച്ച് എ റിലേഷൻഷിപ്പ് ദ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഷാൾ ഹാവ് ടു ബി പ്രൂവ്ഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ
അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അത് നോ പ്രിസംഷൻ ഓഫ് ഡൊമിനൻ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡൊമിനൻ്റ് പൊസിഷൻ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത് ഈ 4 കേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.